പിന്നെ മുൻഗാമി പ്രസംഗത്തിൽ ഞാൻ വിവാദ വിഷയം പറഞ്ഞു. ഞാൻ വിവാദ വിഷയം പറഞ്ഞതിന് വലിയ വിഷമമില്ല. ഞാനാ പറഞ്ഞ വിഷയത്തിന് ഘടകവിരുദ്ധമായി അബ്ദുൽ കരിമിലാക്കതെ TV ചാനലും പറഞ്ഞു. ആ ചാനൽ പറഞ്ഞത് പോരാഞ്ഞിട്ട് മർക്കസ് സേവയിൽ 15 മിനിറ്റ് ഇരുന്ന് റെക്കോർഡ് ചെയ്ത് അത് വാട്സപ്പിലൂടെ ആകമാണ് നഷ്ടപ്പെട്ടു. അത് ഞാനത് പോകില്ല. അതിന് കൃത്യമായ മറുപടിയാണ്. പിന്നെ ഞാനെന്ന് പറഞ്ഞല്ലോ, ജിന്ന മനുഷ്യ ശരീരത്തിൽ കൂടുമെന്ന് മുജാഹിദുകാർക്ക് വിശ്വാസമാണ്. ഞങ്ങൾ വിശ്വാസം അതുകൊണ്ട് അത് തെളിവ് ഞാൻ ബോധ്യം നൽകട്ടെ ജീവിതത്തില്ല. അതെ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങള് പറഞ്ഞതാണ്. അല്ല അത് വിവാദമല്ല, അത് ഏതൊരു വിവാദമല്ല. ഖുർആനിൽ പറഞ്ഞ കേന്ദ്രങ്ങളിൽ ഈ രണ്ട് വിഭാഗവും നമ്മൾ യോജിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞ ഒരു സംഗതി പറയേണ്ട തീരുമാനിച്ചിട്ടില്ല. ആര് തീരുമാനിച്ചതാണ്? ഒരു വിവാദമായ വിഷയം പ്രബോധന വിഷയമാക്കിയിട്ടില്ല. അതാണ് ഞാൻ പ്രബോധന വിഷയമാക്കിയിട്ടില്ല. ആ സമയത്ത് നെറ്റിലൂടെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വളരെ വ്യാപകമായിട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ പ്രസംഗം ഇവിടെ നിങ്ങൾ മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ ചട്ടപ്രക്രിയയുണ്ട്. അത് ഇനി ആ പറഞ്ഞ നിലപാടുണ്ടല്ലോ, ആ നിലപാട് കൃത്യമാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. അപ്പൊ നാളിക്കന്നെ വിട്ടത് ഞാനിപ്പോ പറഞ്ഞില്ലേ, ആയിഷ ബീവി അല്ല സൊഫിയ ബീവിയ. സൊഫിയ ബീവിന്റെ ചരിത്രത്തിൽ ബാക്കിയുടെ അജിത്ത് വെച്ചാൽ മതി. അലാശ്രീക്കുമ ഇന്നലെ രണ്ടാളും കുറച്ചു കേട്ടോ എന്ന് പറഞ്ഞല്ലോ. ശൈത്താൻ മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ശൈത്താൻ സഞ്ചാരമുണ്ട്. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹി ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും വിശ്വസിക്കുന്നില്ല നമ്മളെ ശരി. അപ്പൊ അതുകൊണ്ട് ജിന്ന മനുഷ്യ ശരീരത്തിൽ കൂടും എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതും അതിൽ സുന്നയുടെ പണ്ഡിതന്മാർ ഇക്കാലം അത്രയും സ്വീകരിച്ചതാണ്. ഈ വേറെ പറയണം, ഇവിടെ വെച്ച് പറഞ്ഞാൽ ഞാനാ പറഞ്ഞ കരാർ ലംഘനാണ്. യഥാർത്ഥത്തിൽ കരാർ ലംഘിച്ചത് കരിമ്പിലാക്കലാണ് കരാർ ലംഘിച്ചത്. കാരണം സ്വഹീഹായ വിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനും രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസുമെല്ലാം. ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പിന്നെ പങ്കെടുത്തപ്പോഴും ജിന്ന് കൂടും മനുഷ്യ ശരീരത്തിൽ ജിന്ന് കൂടും എന്നതിന് ഖുർആനിൽ കഴിയില്ല എന്ന് പറഞ്ഞു. ഹദീസിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. എനിക്ക് പറയുന്നത് ഖുർആനിൽ തെളിവുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഞാനങ്ങനെ പറഞ്ഞു ക്ഷണിക്കണം കേട്ടോ. ജഗൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത് CP ഉമർ സുലൈമിയോടോ അല്ലെങ്കിൽ പിന്നെ ജമാലുദ്ദീൻ ഫാറൂഖിയോടോ അതുപോലെയുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും, എന്താണ് ഇതിന് അഖില സുന്നിയുടെ പണ്ഡിതന്മാർ നമ്മളെ ചർച്ചയിലുള്ള ഒരു തീരുമാനം പറഞ്ഞൊരു സ്ഥലത്താണ്. അതാ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം വിചാരിച്ചു ഈ സംഘടന ആദർശ തീരുമാനം ആദ്യം വായിച്ചു മനസ്സിലാക്കാം. ഒന്ന് വായിച്ചത് മനസ്സിലാക്കാം, എന്നിട്ടത് പുറത്തേക്ക് എത്തിക്കാം. മൻഹജു സലഫ് എന്നത് ചർച്ച ചെയ്ത ആദർശ രംഗത്ത് ചർച്ച ചെയ്ത. പക്ഷെ വളരെ ഖേദകരം തരുമോ, പല കുട്ടികളും പറഞ്ഞത് ഞങ്ങളോടൊക്കെ ഞങ്ങൾ നേതൃത്വം പറഞ്ഞത് ആദർശ വിഷയത്തിൽ യാതൊരു മാറ്റമില്ല. ആകെപ്പാട് ഐക്യം നടക്കാനുള്ള കാരണം അത് KLM-ന് ജിന്ന് വിഭാഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ഭൗതികത്താണ് പറയുന്നത്. കാരണം ജിന്ന് വിഭാഗം എന്നോ പറ്റ മണ്ണിനടിയിൽ പോയി. അങ്ങനെ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നാല് അനുഗ്രഹം കൊണ്ട് പോലെ ഒതുക്കിയിട്ട് കൊല്ലങ്ങളെത്രേ ഇവിടെ 12 കഴിഞ്ഞല്ലോ. പിന്നെ പറഞ്ഞത് ആഗോള സലഫിസത്തിനെതിരെയുള്ള പിന്നെ സിയോണിസ്റ്റുകളുടെ ഫാസിസ്റ്റുകളുടെ നീക്കമാണ്. അതുമില്ല, അത് വ്യത്യസ്ത ഒന്നായതിലേക്ക് കൊണ്ടുവരില്ല. പിന്നെ ഏക സിവിൽ കോഡാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് നേതാക്കന്മാർ പറഞ്ഞോ, നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ആദർശ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. അതിലൊന്നും മൻഹജു സലഫാണ്. മൻഹജു സലഫ് എന്താണെന്ന് അറിയോ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതാണ് മൻഹജു സലഫ്. അതിന്റെ തീരുമാനം. 2 വിഭാഗം പ്രബന്ധം ലഭിച്ചു. ആ പ്രബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും തീരുന്നു, ചർച്ച ചെയ്തു, എന്നൊരു തീരുമാനം എഴുതി. ആ തീരുമാനത്തിന്റെ കാമ ഞാൻ ഈ പറയുന്നത്. ആരാണത്? സച്ചരിത ഒന്നാമത് സ്വഹാബത്ത്, 2 താബിഈങ്ങൾ, 3 തബഊ താബിഈങ്ങൾ. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم എന്ന ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ്. السابقون الأولون من المهاجرين والأنصار
എന്ന ആയത്തിനെ വിശദീകരിക്കാം. എന്താണ് മധ്യസ്ഥ? അതിൽ സ്വഹാബത്തിനെയും താബീങ്ങളെയും തബൂതാബീങ്ങളെയും പിൻപറ്റുന്ന പിൻകാലക്കാർക്ക് മൻഹജ് സലഫിനെ നടത്തിയിട്ടുള്ളവരാണ്. അവരുടെ പാത പിൻപറ്റിയവർ. ആ പാത പിൻപറ്റിയനുസരിച്ച് അല്ലെങ്കിൽ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ആയത്തിനെ ഒരൊറ്റ കുട്ടിയും അഖിലുസുന്നയുടെ ഒറ്റ കുട്ടിയും മതിയില്ല. ഇപ്പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചില്ല. എതിർത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ളത് മുഅ്തസിലിയാണ്. മുഅ്തസിലിയാണ്. ഇപ്പൊ ഇവിടെ ശബാബിന്റെ ശനീജ എന്ന് പറയുന്ന കുട്ടീൻ്റെ ദുഃഖയപ്പോ ഈസ് തന്നപ്പോ അങ്ങനെ വായിച്ചു കൊടുത്തു. അതിലിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പണ്ഡിതന്മാരെ അങ്ങനെ പറഞ്ഞത്. ഈ എതിര് പറഞ്ഞ കുട്ടി മുഴുവൻ പണ്ഡിതന്മാരും മുഅ്തസിലി പണ്ഡിതന്മാരോ അശ്വരി പണ്ഡിതന്മാരോ ആണ്. അഖിലുസുന്നയുടെ പണ്ഡിതന്മാരല്ല. ശബാബിൽ വരും, അത് വായിക്കണം. അത് പിന്നെ തർക്കത്തിനെതിരല്ല, ഭിന്നതക്കെതിരല്ല, പിന്നെ കരാറിനെതിരല്ല. എന്നിട്ട് എന്തിനാണ് ശബാബോട് വന്നത്? ശബാബിൽ മൂസ മാണിവയിലെ പണ്ടത്തെ ലേഖനം വന്നു. നിങ്ങൾക്കറിയോ? മൂസ മാണിവയിലെ ആ ലേഖനത്തിന് മറുപടി കുറിപ്പായിട്ട് KP മുഹമ്മദ് മൗലവി ഒരു പിന്നെ സർക്കുലർ എന്ന രീതിയിൽ എല്ലാ ശബാബ് ആ ലേഖനത്തിനോട് യോജിപ്പ് പറഞ്ഞു. ഞാൻ ആ ലേഖനത്തിൽ നിങ്ങൾ യോജിക്കും. ആ ലേഖനത്തിലത് സിഹറിന്റെ തെളിവും ഹഖീഖത്തും ഉണ്ട് എന്നത് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ന്യൂനപക്ഷമായ അഹ്ലുസുന്നയും മുഅ്തസിലിയുമാണ് അതിന് തെളിവും ഹഖീഖത്തും ഇല്ലെന്ന് പറയുന്നവർ. എനിക്ക് പറയാൻ തരാം. ശബാബിലെ ആ ലേഖനം അനുസരിച്ച് ഞങ്ങളൊക്കെ അഹ്ലുസുന്നയാണ്. അതിനനുകൂലിക്കുന്ന ആ ലേഖനത്തിൽ പറഞ്ഞ പരാമർശത്തെ അനുകൂലിക്കുന്ന ലേഖകരും അതിനനുകൂലിക്കുന്ന മറ്റുള്ളവരും മുഅ്തസിലിയത്തിലുണ്ടാവും. അതായത് തെളിവും ഹഖീഖത്തുമില്ല എന്നത് മുഅ്തസിലിയത്തിന്റെ വാദമാണ്. അതിന് അമാനി പോലെ തഫ്സീറും പോലെ ഈ സൂറത്തിന്റെ നാസിന്റെ വിശദീകരണത്തിൽ അമാനി പോലെ പറഞ്ഞിട്ടുണ്ട്. സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിച്ചത് മുഅ്തസിലിയാക്കളാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഈ വിശ്വാസമായിട്ടാണ് നമ്മൾ രണ്ടു കൂട്ടം പോകുന്നത്. ഐക്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഐക്യം വേണ്ട തന്നെ. ഇത് ആദർശത്തിൽ ഒത്തൊരുമിച്ചില്ല ഐക്യത്തിന് വേണ്ട. കാരണം നന്നാവില്ല. അതുകൊണ്ട് അവർ ഒറ്റ വിശ്വസിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള പിന്നെ കേരളത്തിന്റെ പക്ഷത്ത് നിന്നവരും വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കണം എന്നായി പറയണത്. ഞാൻ വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റം ചെയ്തേക്കാം. പക്ഷേ കേരളം എന്ന പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ നിലപാട് എന്താണ്? ഇത് തന്നെ ഞാൻ സംശയമല്ല. അതിനോട് യോജിക്കാൻ പറ്റോട് യോജിക്കാം. അല്ലാത്തത് നമുക്ക് നാണി പറഞ്ഞല്ലോ. നാണി പറഞ്ഞാൽ മാത്രമല്ലേ രണ്ട് വിഭാഗമായി അറിഞ്ഞിരുന്നുണ്ട്. പിന്നെ ആ വിഷയത്തിലുണ്ടോ നമ്മൾ മണ്ഡല കമ്മിറ്റിയുടെ ഒരു കാര്യമായിട്ട് എഴുതുക, ജമിയത്തുൽ ഉലമയ്ക്ക് എഴുതുക, കേരളം എഴുതുക. മണ്ഡലം അടുത്ത നാട്ടുകാരൻ നോർത്ത് കേരള മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു. ഒരു വ്യക്തിയും അതിനനുകൂലിക്കുന്ന ഇന്ന വ്യക്തികളോ ഇന്ന വാദക്കാരാണ്. അതായത് ഞാനും പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തെ അനുകൂലിക്കുന്നവരും ഇന്ന വ്യക്തികളാണ്. ഇതിൽ കേരള ജമിയത്തുലുലമയുടെയും കേരള ജമിയത്തുലുലമയുടെയും നിലപാട് രേഖാമൂലം അറിയിക്കണം എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. എന്നിട്ട് അതിനെ അനുകൂലിക്കണമെന്നും പോയി അതൊക്കെ പൊന്നാറാക്കാം. ഞാൻ ആഭ്യന്തരങ്ങളെ ഖുർആനിലും ഹദീസിലുള്ളത് എന്തിനാ നമ്മളെ അംഗീകരിക്കാൻ വിശ്വകാലവാദം വേറെ അത് സ്വീകരിക്കാൻ വിശ്വകാരി എന്ന് പറയുന്നത് അവർക്ക് പ്രമാണത്തിന് പിൻബലമില്ലാത്ത വിശ്വാസത്തെ അല്ലെങ്കിൽ അനുകൂലിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കൂടിയിട്ടുണ്ടോ ഇല്ലേ തീരുമാനിക്കാൻ ഇപ്പം നമുക്ക് വരില്ല. അത് തീരുമാനിക്കാൻ വേണ്ടിയുള്ള പ്രവാചകരെ പറഞ്ഞോളി. നമ്മളാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. നമ്മളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ ജിന്ന് കൂടിയിരിക്കുന്ന മനുഷ്യൻ വന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അബിൽ ആസ് എന്ന് പറയുന്ന സഹാബി തഖീഫ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ച് നബിയുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വാ പൊളിക്കാൻ പറഞ്ഞു. നബി വായിലേക്ക് തുപ്പി പറഞ്ഞു നെഞ്ചത്തടിച്ചു. ഇതൊക്കെ ഹദീസിലെ സ്വഹിയായ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു ഇനി നിനക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടാൽ ഇങ്ങനെ ആരെയും മുമ്പ് പോയി തൊഴിലൊച്ചൊട്ടൊന്നല്ല, നിനക്ക് പ്രയാസമുള്ള സ്ഥലത്ത് നീ കൈവച്ചോ. എന്നിട്ട് പറയണം നീ പിന്നെ ബിസ്മില്ല എന്ന് 3 തവണ എന്ന് ആ അതൊക്കെ ഞാൻ ഹദീസിന് തരാം. കോപ്പിട്ട് തരാം. അതിന് പോയിച്ചിട്ടാ അതിന് പ്രിന്റ് ഔട്ട് തരാം.
ഏത് ഹദീസാണ് ഏത് ഗ്രന്ഥാണ് എന്നൊക്കെ തന്നുപോയി. എനിക്ക് ഞാൻ ഒറ്റക്ക് പറയാനല്ലോ, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള സംഗതിയല്ലേ എന്ന് നീ 7 തവണ പറ എന്ന് പറഞ്ഞിട്ടാണ് ഉസ്മാൻ ബിൻ അബ്ദുൽ അസീസിനെ പറഞ്ഞയച്ചത്. അബൂ ഹുറൈറയുടെ അടുക്കൽ നമ്മളെല്ലാം അംഗീകരിക്കണല്ലേ, അബൂ ഹുറൈറയുടെ അടുക്കൽ എന്ത് ചെയ്തു? പിശാച് വന്നു മനുഷ്യരൂപത്തിൽ. ആരാണ് അംഗീകരിക്കാത്തവര്? പക്ഷെ ഈ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് അതുപാക്കാൻ പുതുമയെ തോന്നി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ അബൂ ഹുറൈറയുടെ അടുക്കൽ പിശാച് വന്നത് നമ്മൾ അവതരിപ്പിക്കൂല, കാരണം നമ്മൾ നേരത്തെ കൊടുത്തു. ആ ഷഫിയ റളിയല്ലാഹു അൻഹയുടെ കഥ നാടിനെ വഴിവെക്കി, കാരണം നേരത്തെ കൂട്ടു. ആ ഇതിന് ബാക്കി എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി എന്താ? രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ പിശാചിന് സഞ്ചാരമുണ്ട്. ആ ഹദീസിന് അഭിനസിക്കുന്ന പണ്ഡിതന്മാരെന്താ മനസ്സിലാക്കിയത്? അത് പുറമെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ? ആയിക്കോട്ടെ, അതും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാനൊരു വ്യാഖ്യാനിക്കുന്ന സിക്കലപ്പോ ഇത് തീരാൻ എന്തിനാണ് ഐക്യപ്പെട്ടത്? ഏത് അല്ലേ ഇതിൽ നിങ്ങൾക്കൊക്കെ ഇതുണ്ടോ? ജിന്നുമേത്ത് കയറുന്നില്ലേ?